ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ വമ്പൻ സ്കോറിലേക്ക്. രണ്ടാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ 473-8 എന്ന നിലയിലാണ്. ഇന്ത്യയുടെ ലീഡ് 255 റൺസായി ഉയർന്നു. 9ാം വിക്കറ്റിലെ കുൽദീപ് യാദവിൻ്റെയും ജസ്പ്രീത് ബുംറയുടെയും കൂട്ടുകെട്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് ഇംഗ്ലണ്ട്. ഇന്ന് രാവിലത്തെ സെഷനിൽ ആക്രമിച്ചു കളിച്ച് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയെയും ഗില്ലിനെയും ലഞ്ചിന് ശേഷം ആദ്യ ഓവറുകളിൽ തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. രോഹിത് ശർമ്മ 162 പന്തിൽ നിന്ന് 103 റൺസുമായി പുറത്തായി. അതേസമയം 150 പന്തിൽ 110 റൺസ് എടുത്താണ് ഗിൽ ഔട്ടായത്. ഇതിനുശേഷം ക്രീസിലെത്തിയ അരങ്ങേറ്റക്കാരൻ ദേവദത്ത് പടിക്കലും സർഫ്രാസ് ഖാനും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. സർഫ്രാസ് ഖാൻ 60 പന്തിൽ 56 റൺസ് എടുത്തു പുറത്തായി. അതേസമയം ദേവദത്ത് പടിക്കൽ 103 പന്തിൽ നിന്ന് 65 റൺസ് എടുത്താണ് പുറത്തായത്. 10 ഫോറും 1 സിക്സും പടിക്കൽ അടിച്ചു. അതിനുശേഷം വന്ന ജഡേജ, ജൂറൽ, അശ്വിൻ എന്നിവർ നിരാശപ്പെടുത്തി. പക്ഷേ അതിനുശേഷം കുൽദീപും ബുംറയും ചേർന്ന് ഇംഗ്ലീഷ് ബോളിങ്ങിനെ ശക്തമായി നേരിട്ടു. ബുംറ 55 പന്തിൽ 19 റൺസുമായും കുൽദീപ് യാദവ് 55 പന്തിൽ 27 റൺസുമായും ക്രീസിൽ നിൽക്കുന്നുണ്ട്. ഇരുവരും ചേർന്ന് ഇതുവരെ 45 റൺസിന്റെ കൂട്ടുകെട്ട് ചേർത്തു. ഇംഗ്ലണ്ടിനായി ഷൊഹൈബ് ബഷീർ 4 വിക്കറ്റും ടോം ഹാഡ്ലി 2 വിക്കറ്റും സ്റ്റോക്സ്, ആൻഡേഴ്സൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തിയിരുന്നു.